ഒരു ഡിസൈൻ അതൊരു ഹംബിൾ നേച്ചറിലൊരു വീടായിരിക്കണം. അതിനൊരു ഡൗൺ ടു എർത്ത് ഫീല്, വീടിൻ്റെ എലിവേഷനോ സ്കെയിലിനൊക്കെ ഉപരി ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഡിസ്കഷനിൽ ഫോം ചെയ്തത്. പലപ്പോഴും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇറഗുലർ ഷേപ്പ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ഷേപ്പായിട്ടുള്ള പ്ലോട്ടുകൾ അനുയോജ്യമല്ല എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. എന്നാൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ കലാപരമായ അപ്രോച്ചിലൂടെ നമുക്ക് അതിൻ്റെ ആ ന്യൂനതകൾ മറികടക്കാം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അൺലിമിറ്റഡ് ടെയിൽസ് എന്ന ആർക്കിടെക്ചർ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു പ്രൊജക്റ്റിനും പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് ആ പ്ലോട്ടിൻ്റെ സൈറ്റ് തന്നെയായിരുന്നു. 13 സെൻറ്റുള്ള ഈ ഒരു സൈറ്റ് അതൊരു എൽ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടായിരുന്നു. നമ്മുടെ ക്ലയൻസായ അജീഷും ശ്രീജയും ഫസ്റ്റ് ഡിസ്കഷന് വരുമ്പോഴും ഇത് തന്നെയായിരുന്നു പ്രൊജക്റ്റിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഒട്ടുമിക്ക ആളുകളും വീട് വെക്കാൻ അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിടുന്ന ഒരു തരം സൈറ്റായിരുന്നു. ഈ ഒരു ചലഞ്ച് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്ലാനിങ് സ്റ്റേജിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഇപ്പോൾ എൽ ഷേപ്പിലൊരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു റെക്റ്റാങ്കിളിൽ മാത്രമായിരിക്കും സാധാഗതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പ്രൊപ്പോർഷൻ. അത് വീട് പണിത് കഴിയുമ്പോൾ അതൊരു ഫ്രണ്ടിലൊരു അൺയൂഷ്വലി നീളത്തിലുള്ളൊരു പ്ലോട്ടും ബാക്കിലൊരു സ്ക്വയർ ബോക്സും ആയിരിക്കും അതിനകത്ത് വരാം. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു ന്യൂനത മറച്ചുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിസൈൻ ചാലഞ്ച് എന്നുള്ളത്. അതിനകത്തൊരു ഏറ്റവും ഒരു പ്രൈം കണ്ടന്റ് ഇതായിരുന്നു. എൽ ഷേപ്പിലുള്ള ഈ പ്ലോട്ടിൽ ഒരു സൈഡ് ഒരു കനാലാണ്. അതൊരു 8 ഫീറ്റ് 9 ഫീറ്റ് ഡ്രോപ്പുള്ള ആ എൻറ്റയർ സൈഡ് ഒരു റിട്ടൈനിങ് വാളുള്ള ഒരു കനാലാണ് ഈ ഒരു സൈഡ്. എന്നാൽ ആ പ്ലോട്ടിന് മറ്റു മറുവശങ്ങൾ അത് എക്സിസ്റ്റിംഗ് വീടുകളുണ്ട്. വലത്തെ സൈഡിലുള്ള ബിൽഡിങ്ങിലോട്ടേക്ക് ശ്രദ്ധ പോകാതെയും കനാൽ ഭാഗത്തു നിന്നുള്ള വ്യൂ കൂട്ടുക എന്നുള്ളതുമായിരുന്നു നമ്മൾ ഈ പ്ലോട്ട് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനീഷ്യൽ കോൺസെപ്റ്റ്. ഈ ഒരു ഡിസൈൻ അതൊരു ഹംബിൾ നേച്ചറിലൊരു വീടായിരിക്കണം. അതിനൊരു ഡൗൺ ടു എർത്ത് ഫീല്, വീടിൻ്റെ എലിവേഷനോ സ്കെയിലിനൊക്കെ ഉപരി ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഡിസ്കഷനിൽ ഫോം ചെയ്തത്. ക്ലയൻസിന് സ്പെസിഫിക്കലി എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലിയർ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. വലിയൊരു സ്പേഷ്യസ് വീടിനൊക്കെയായി ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള, എന്നാൽ വീട് മാത്രമല്ല വീടിന് ചുറ്റുപാടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ലാൻഡ്സ്കേപ്പിനും അതേ പ്രാധാന്യം കൊടുത്ത് വീടിൻ്റെ അകത്ത് മൊത്തത്തിലൊരു പീസ്ഫുൾ ആംബിയൻസ് അല്ലെങ്കിൽ ഒരു വൈബ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ ഇനിഷ്യൽ തീരുമാനിച്ച് വെച്ച ആ ഒരു കോൺസെപ്റ്റ്. അവർക്കൊരു 3 ബെഡ്റൂം വീടാണ് ആവശ്യം. പുറത്തുനിന്ന് നല്ലൊരു പ്രൈവസി അകത്ത് കിട്ടണം. ഒരു ഇന്റേണൽ കോർട്ട്യാർഡ്, അതായത് പുറത്തുനിന്ന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു കംപ്ലീറ്റ്ലി എൻക്ലോസ് ആയിട്ടൊരു കോർട്ട്യാർഡ് വേണം എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു സ്പേസ് പോലും നമുക്ക് അനാവശ്യമായിട്ട് കളയാതെ എല്ലാ റൂമുകളും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കുക, വീടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എല്ലായിടത്തോട്ടേക്കും വിളിച്ചാൽ കേൾക്കുന്നതും വിഷ്വൽ കണക്ഷൻ ഉള്ളതുമായിട്ട് ഉള്ള സ്പേസസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പ്ലോട്ടിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാർ പാർക്ക് ചെയ്യാൻ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ, അതിനപ്പുറത്തോട്ടേക്ക് ഒരു ഫുള്ളി വെജിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു വാക്ക് വേ ആണ്. കോബിൾ സ്റ്റോൺസ് പേവ് ചെയ്തിട്ട് ഒരു കർവി നേച്ചറിലുള്ള ഒരു വാക്ക് വേ നടന്നാണ് നമ്മൾ ആ ഫ്രണ്ട് ഡോർ എത്തുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അത് വരുന്നൊരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂസർ ഫസ്റ്റ് വന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെ കുറച്ച് നടന്ന് ആ വീടിൻ്റെ ഡോർ എത്തുക എന്നുള്ളതൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെ ആണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതും അതിൽ ക്ലയൻസായ അജീഷും ശ്രീജയും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിങ്ങും വെജിറ്റേഷനും നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രീസ് വെച്ചു, ഷ്രബ്സ് വെച്ചു. അതും പ്ലാന്റിങ് വളരെ ലിമിറ്റഡ് ആക്കി ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിലാണ്. ഒരു മിനിമലിസ്റ്റിക് ക്യാരക്ടറാണ് ആ വീടിൻ്റെ എക്സ്റ്റീരിയറിനുള്ളത്. നമ്മുടെ കീ ഡിസൈൻ എലമെൻറ്റ്സ് ക്ലിയർ റൂഫ് ടൈലും അതുപോലെ തന്നെ ജാലി എലമെൻറ്റ്സും ആണ്. ഒരു ഡൗൺ ടു എർത്ത് ഒരു ഗ്രൗണ്ട് ഹാഗിങ് നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളർ ടോൺസ് ഒക്കെയാണ് അതിൻ്റെ എക്സ്റ്റീരിയർ വാൾസിലും കൊടുത്തിട്ടുള്ളത്. ഈ ഉപയോഗിച്ചിരിക്കുന്ന ക്ലിയർ റൂഫ് ടൈലും അതുപോലെ തന്നെ ജാലി വർക്കെല്ലാം പ്യൂർലി എക്സ്പോസ്ഡ് അതിൻ്റെ ആക്ച്വൽ ട്രൂ നേച്ചറിൽ തന്നെ നമ്മൾ റിറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിൻഡോ ഓപ്പണിങ്സ് എല്ലാം ഗ്രില്ലില്ലാതെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിൻഡോ ഓപ്പണിങ്സ് മാത്രമല്ല, ഇതിൻ്റെ ഇൻറ്റീരിയർ വെന്റിലേഷന് ഹൈലൈറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഇതിൻ്റെ ട്രസ് റൂഫിൻ്റെ ടോപ്പിലുള്ള ഗേബിൾ ഡിസൈനിൽ വന്നിട്ടുള്ള വെന്റിലേഷൻസ്, ലൂവേർഡ് വെന്റിലേഷൻസ് ആണ്. ഇതാണ് ആ വീടിൻ്റെ എൻറ്റയർ തിങ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ അതിനെ കൂളായിട്ട് നിർത്തുന്നത്, എസ്പെഷ്യലി സമ്മേഴ്സ്. ഈ വീടിൻ്റെ ഒരു ലീനിയർ നേച്ചർ നമ്മൾ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കാർ പോർച്ചും കിച്ചനോടും കാർ പോർച്ചിനോടും ചേർന്ന് വന്നിട്ടുള്ള ഒരു വർക്ക് ഏരിയയും നമ്മൾ ഒരു ബൗണ്ടറിനോട് ചേർത്ത് വെച്ച് നമ്മളൊരു ലീനിയർ ഫോമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് ബിൽഡിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു എന്നുള്ളത് തന്നെ. കോബിൾ സ്റ്റോൺസ് പേവ് ചെയ്തിട്ടുള്ള ആ വാക്ക് വേയിലൂടെ നടന്നു വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സിറ്റ് ഔട്ടിലാണ് എത്തുന്നത്. ഈ സിറ്റ് ഔട്ടും സ്പെസിഫിക്കലി പ്ലോട്ട് ബൗണ്ടറിയുടെ ഏറ്റവും ഫാർ എക്സ്റ്റെൻഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അതിനൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീതി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് ക്യാൻഡിലിവർ ചെയ്യിച്ചിട്ട് സിറ്റ് ഔട്ട് ഇത്തിരി വലുതാക്കുകയും ആ സിറ്റ് ഔട്ടിൻ്റെ ഫീച്ചറും വെള്ളം ചാറ്റിലടിച്ച് കയറാൻ കൂടുതൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് നമ്മൾ ഡെക്ക് ഫ്ലോറിങ് കൊടുത്തു. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്ന വീടിൻ്റെ മെയിൻ ഹാളിലോട്ടേക്കാണ്. നമ്മുടെ ഫോമൽ ലിവിങ്ങും അതല്ലെങ്കിൽ ഡൈനിങ്ങും കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഒറ്റ സ്പേസ് ആണത്. അതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ പാർട്ടീഷൻ, അത് താഴെ സ്റ്റോറേജ് മുകളിൽ നമുക്ക് പ്ലാന്റിങ്ങും കൊടുത്തിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൻ്റെ പുറത്തോട്ടുള്ള വിഷ്വൽ കണക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ നമ്മളൊരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ടുവേർഡ്സ് ഫ്രണ്ട് സൈഡ്. ആൻഡ് അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, നമ്മളൊരു സോഫയിൽ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഐ ലെവലിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു എൻക്ലോസ്ഡ് കോർട്ട്യാർഡ് ഈ വീടിനുണ്ട്. ആ എൻക്ലോസ്ഡ് കോർട്ട്യാർഡിലോട്ടേക്ക് സോഫയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഐ ലെവലിൽ പുറത്തോട്ടേക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോ ഒരു അൺയൂഷ്വൽ രീതിയിൽ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം കണക്ടിവിറ്റി തന്നെയാണ് നമ്മൾ ഡൈനിങ് റൂമിൽ ഇരിക്കുമ്പോഴും. ഈ സെയിം എൻക്ലോസ്ഡ് കോർട്ട്യാർഡ്, അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ പ്ലാന്റിങ്ങും ബാമ്പും ഒക്കെ വെച്ചിട്ടുള്ള അതൊരു ഒരു പീസ്ഫുൾ ഒരു ഗാർഡൻ നേച്ചറാണ്. നമ്മുടെ ഫ്രണ്ട് യാർഡ് അതൊരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഓഫ് ആണ്. അപ്പോൾ വീട് യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ഡോർ ഫ്രണ്ടിലത്തെ ക്ലോസ്ഡ് ആണെങ്കിൽ ഈ കോർട്ട്യാർഡിലോട്ടുള്ള ഒരു 3 മീറ്റർ വൈഡ് ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു പുറത്തോട്ടൊരു ഡയറക്റ്റ് കണ്ടിന്യൂസ് വ്യൂ ഉണ്ട്. ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതാണ് ഈ ഒരു എൻക്ലോസ്ഡ് കോർട്ട്യാർഡിൻ്റെ ഏറ്റവും ഒരു ബെനിഫിറ്റ്. ഈ എൻക്ലോസ്ഡ് കോർട്ട്യാർഡിലോട്ടേക്ക് ലുക്ക് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു വ്യൂ ഉണ്ട്. ഡൈനിങ് റൂമിൽ നിന്നുണ്ട്, സെയിം ടൈം കിച്ചണിൽ നിന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ റൂമിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് സ്പേസ് ഉണ്ടാക്കിയിട്ട് അത് മാക്സിമം റൂമുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ച അപ്രോച്ച്. ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഒരു എൽ ഷേപ്പിലൊരു സ്റ്റെയർ കയറി പോകുന്നുണ്ട്. ഡൈനിങ് റൂമിനകത്ത് 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ലിവിംഗ് റൂമിലെ സോഫയും അതുപോലെ ഡൈനിങ് ടേബിളും എക്സിസ്റ്റിംഗ് ക്ലയൻറ്റിന് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയറിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഡിസൈനിൽ ചെയ്തത്. ആ ഡൈനിങ് റൂമിനകത്തൊരു സ്റ്റഡി നുക്ക് പോലെ നമ്മളൊരു ഏരിയ കൊടുത്തു. അതുപോലെ തന്നെ ഒരു പഞ്ചിൻ കൊടുത്തിട്ട് നമ്മൾ ഒരു വാഷ് ഏരിയ കൊടുത്തു. ഇതൊന്നും സർക്കുലേഷനെ ബാധിക്കുന്ന രീതിയിലല്ല അവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഡൈനിങ് റൂമിൽ നിന്ന് റൈറ്റിലോട്ടൊക്കെ തിരിയുമ്പോൾ നമ്മുടെ കിച്ചണാണ്. അതും കിച്ചണിന് സ്പെസിഫിക്കലി ക്ലയൻറ്റിന് അതൊരു വളരെ ടൈനി കിച്ചൺ തന്നെ മതി ഫോർ ഈസി മെയിൻ്റെനൻസ് എന്നുള്ളതായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. ഈ കിച്ചണിനകത്ത് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്, ഒരു ബിൽറ്റ് ഇൻ ഫ്രിഡ്ജ് ഉണ്ട്, ബാക്കി ഒരു യൂഷ്വൽ കിച്ചണിൽ വരുന്ന എല്ലാ അമ്യൂണിറ്റീസും അതിനകത്തുണ്ട്. ഈ കിച്ചണൊക്കെ ഉപരി ക്ലയൻറ്റ് ഇനീഷ്യൽ സ്റ്റേജസ് മുതൽ പറയുന്നതാണ് വർക്ക് ഏരിയ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂഷ്വൽ വർക്ക് ഏരിയ എന്നുള്ളതിന് പകരം അതിനും നമ്മൾ വീടിൻ്റെ അകത്ത് കൊടുത്ത് അതേ ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തു. യൂഷ്വലി നമ്മൾ ഷീറ്റ് റൂഫ് ഇട്ട് നെറ്റ് അടിച്ച് വിടുന്ന ഒരു സ്ഥലം നമ്മൾ ഇവിടെ ഗ്ലാസ് ടൈൽസ് വെച്ച് കൊടുത്ത് സൈഡിൽ ജാളി ഫോർ വെന്റിലേഷൻ കൊടുത്ത് ഇവിടെയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഐലൻഡ് കൗണ്ടർ ടോപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൗഞ്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഗ്രീനറി എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രിങ് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ അതൊരു ഡിഫറെൻറ്റ് ആംബിയൻസ്, ഒരു ഔട്ട് ഹൗസ് ആംബിയൻസ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ കിച്ചനെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഈ വീട്ടിൽ വർക്ക് ഏരിയയ്ക്കും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസും ഇതുപോലെ തന്നെ സ്പെസിഫിക്കലി ക്ലയൻറ്റിനൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ബെഡ്റൂംസിൻ്റെ ഓൾമോസ്റ്റ് 75% തന്നെ ഉണ്ട് അവരുടെ ടോയ്ലറ്റ് സൈസ്. ക്ലയൻറ്റ്സ് അവരുടെ ഒരു വർക്കിംഗ് കൾച്ചർ വെച്ചിട്ട് ടോയ്ലറ്റിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അറ്റ് എ ടൈം 2 പേര് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് വേണം. വാർഡ്രോബ്സ് ഇതെല്ലാം ടോയ്ലറ്റിൻ്റെ അകത്തോട് ഇൻസൈഡ് നമ്മൾ കൊണ്ടുപോയി. ബെഡ്റൂം ജസ്റ്റ് ഒരു കിടക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതി മാത്രം വാർഡ്രോബ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാതെയാണ് മാസ്റ്റർ ബെഡ്റൂം അതിന് മുകളിലത്തെ ബെഡ്റൂം നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ടോയ്ലറ്റിൻ്റെ അകത്ത് സെപ്പറേറ്റ് ക്ലോഷേഴ്സ് ആയിട്ടാണ് WCയും അതുപോലെ ഷവർ ഏരിയയും കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജിനും പ്രാക്ടിക്കാലിറ്റിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബെഡ്റൂംസും ബാക്കിയുള്ള എല്ലാ ഫർണിച്ചേഴ്സും മോഡുലറായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസിന്റെ ജനറൽ നേച്ചർ ഈ പറഞ്ഞ പോലെ കോമ്പാക്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഫസ്റ്റ് ഇന്റൻഷൻ. ഔട്ട്ഡോർ കൊടുത്തിട്ടുള്ള എൻക്ലോസ്ഡ് കോർട്ട്യാർഡിലോട്ടേക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും സ്ട്രെയിറ്റ് ഒരു വ്യൂ ഔട്ട് ഉണ്ട്. അതും ഇന്റൻഷനിൽ തന്നെയാണ്. ബെഡിൽ കിടന്നുകൊണ്ട് രാവിലെ മോർണിംഗ് സൈറ്റ് ഈ ഒരു ബ്യൂട്ടിഫുൾ കോർട്ട്യാർഡിലോട്ടേക്ക് ആയിരിക്കണം. മാസ്റ്റർ ബെഡ്റൂമും അതിന് മുകളിലുള്ള ബെഡ്റൂമും സെയിം കോർട്ട്യാർഡിലോട്ടൊക്കെ വ്യൂസ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് ആക്സസ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് സ്റ്റെയർ തന്നെയാണ്. അതിന് റഫ് ടെക്സ്ചറുള്ള ഒരു ഫിനിഷാണ് അതിന് കൊടുത്തിരുന്ന ഫ്ലോറിങ്. അതിൻ്റെ ഹാൻഡിൽസ് നമ്മൾ ഒരു ജനറിക് ഗ്ലാസ് ഹാൻഡിൽസിന് പോകുന്നതിന് പകരം ഒരു കസ്റ്റം ഡിസൈൻഡ് വിൻഡോയുടെ ഗ്രില്ലും അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിയുള്ള എലമെൻസിനോട് സെയിം റിപ്പീറ്റ് ചെയ്യുന്ന തന്നെ ഒരു ക്യാരക്ടറുള്ള ഒരു ഹാൻഡിൽ നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെഡ്റൂം ഉണ്ട്, അതേപോലെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഈ വീടിൻ്റെ ഡിസൈൻ പ്രോസസ്സിൽ നമ്മൾ ട്രൈ ചെയ്തൊരു അപ്രോച്ച് ഒരു ഡാർക്ക് ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ഒരു കാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റിന് പകരം ഒരു ഡാർക്ക് ഒരു ന്യൂട്രൽ ടൈപ്പ് ഓഫ് പാലറ്റാണ് നമ്മൾ പെയിൻറ്റിനാണെങ്കിലും ബാക്കിയുള്ള ഫർണിച്ചറിൻ്റെ കളറിനാണെങ്കിലും എല്ലാ അപ്പോൾസ്ട്രിക്കാണെങ്കിലും കേർട്ടനായാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്റീരിയറിൽ നമ്മൾ ഒരു റസ്റ്റിക് ടെക്സ്ചറുള്ള എന്നാൽ സെയിം ടൈം പ്രിന്റഡ് ആയിട്ടുള്ള ഫ്ലോറാണ് നമ്മൾ ഇന്റീരിയേഴ്സ് ത്രൂ ഔട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കോമൺ സ്പേസസ് ആണെങ്കിലും അതെ, നമ്മുടെ ടോയ്ലറ്റ്സ് ആണെങ്കിലും അതെ, അതിനെല്ലാം ഒരു റഫ് എഡ്ജ് ഒരു റഫ് നേച്ചർ നമ്മൾ അതിനകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. വീടിൻ്റെ ലൈറ്റിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ്ഫുൾ നേച്ചർ നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡേ ടൈമിൽ നാച്ചുറൽ ലിറ്റാണ്, സെയിം ടൈം നൈറ്റ് ടൈമിലും നമ്മൾ അതിനൊരു സൂത്തിങ് ഫീൽ, ഒരുപാട് ഗ്ലെയർ ഇല്ലാതെ ഒരുപാട് വെളിച്ചമില്ലാത്ത ഡിം ലൈറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആർക്കിടെക്ചറൽ എലമെൻസിന് ഫോക്കസ് കൊടുത്ത്, ഉദാഹരണത്തിന് മെയിൻ ഹാളിൽ താഴത്തോട്ടുള്ള ഡൗൺ ലൈറ്റ്സിൻ്റെ ഈക്വൽ വെയിറ്റേജ് തന്നെ നമ്മൾ ആ മുകളിലുള്ള ആർക്കിടെക്ചറൽ ഫീച്ചറിനും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഫിക്സ്ചേഴ്സ് കൊടുത്ത്
വലിയൊരു ലൈറ്റ് സോഴ്സ് ഇട്ട് വളരെ അധികം വെളിച്ചം ഇൻറ്റീരിയറിൽ കൊടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ ലൈറ്റ് സോഴ്സസ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പല സ്ഥലത്ത് സ്പ്രെഡായി കൊടുത്തിട്ടുള്ള ഒരു മൂഡാണ് ഈ ഒരു വീടിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീട് വേണം. പിന്നെ അതേപോലെ ഏരിയ അധികം പാടില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമുള്ള. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അധികം സമയമില്ല. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറവ് ഏരിയ ഉള്ള പക്ഷേ സൗകര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വീടെന്നുള്ളതായിരുന്നു നമ്മൾ ആർക്കിടെക്റ്റായ സുഫൈനോട് പറഞ്ഞ ആവശ്യം. സുഫൈൻ അത് കൃത്യമായി മനസ്സിലാവുകയും നമ്മുടെ മനസ്സിൽ ഉള്ളത് അതിലും ഭംഗിയായി നമുക്ക് ചെയ്തു തരികയും ചെയ്തു. 4 കോൺക്രീറ്റ് ചുവരുകൾക്കുള്ളിൽ താമസിക്കുന്ന പോലെയല്ല, നമുക്ക് വൈകിട്ട് നല്ല കാറ്റും വെളിച്ചവും വന്നിട്ട് എന്താ പറയുക, നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഒട്ടും ചൂടില്ല, നല്ല വായുസഞ്ചാരം, ക്രോസ് വെന്റിലേഷൻ ധാരാളം ഉള്ള ഒരു വീടാണ്. നമ്മളെന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതിലും ഒരു ബെറ്റർ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയത് ഇത് വീട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ 1800 ബിലോ സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ഇൻസൈഡ് ഫങ്ഷണൽ സ്പേസ് വന്നിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ, കാർ പോർച്ച്, ഇതെല്ലാം നമ്മളൊരു ബിൽറ്റ് ഏരിയ പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇൻ അറൗണ്ട് ഒരു 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിൻ്റെ ഒരു ടോട്ടൽ ഏരിയ വരുന്നത്. അതിൽ ആ ഒരു വീടിൻ്റെ എൻറ്റയർ ലാൻഡ്സ്കേപ്പ്, ഇൻറ്റീരിയർ ഫർണിച്ചർ, ഇതെല്ലാം സ്റ്റാർട്ടിംഗ് റേഞ്ച് ഓഫ് ഒരു പ്രീമിയം ലെവലിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ എല്ലാ എലമെൻസും ആഡ് ചെയ്ത് വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു നിയർലി 70 lakh അപ്രോക്സിമേറ്റ്ലി വരുന്ന ഒരു കോസ്റ്റിംഗ് ആണ് ഈ ഒരു വീടിൻ്റെ. ആസ് ആൻ ആർക്കിടെക്ട് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊജക്ട്സ് ആണ്. എന്നെ സംബന്ധിച്ച് ഇത് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സൈറ്റിൽ അതിൻ്റെ ആ ഒരു അഡ്വേഴ്സിറ്റി ഒരാൾക്ക് പോലും ഫീൽ ചെയ്യാതെ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ആ സൈറ്റിൻ്റെ എല്ലാ അഡ്വേഴ്സ് എഫക്ട്സും നമുക്കത് നല്ല രീതിയിൽ മാറ്റിയെടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും പ്രൗഡാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എത്ര രൂപ മുടക്കിയോ അത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്കിതിനകത്ത് തീർക്കാൻ പറ്റി. അത് ഒരു വൺ ഓഫ് എ കൈൻഡ് ഒരു രീതിയിൽ എപ്പോഴും അതൊരു ടൈംലെസ് ഡിസൈനായിട്ട് നിലനിർത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എലമെൻ്റാണ്. For more architecture content, please like, share and subscribe to our YouTube channel, Unlimited Tales. Also, follow us on Instagram and Facebook for more updates.